ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്യാൻ സ്കേർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ക്യാൻ സ്കേർട്ട് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം, ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല. ഒരു അണ്ടർ സ്കേർട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു പഴയതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് അത്യാവശ്യം തുരുമ്പോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വർഷങ്ങളായ സാധനമാണ്. എൻ്റെ കയ്യിൽ വേറെ ഒന്നും ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത് കേട്ടോ. പുതിയതൊന്നും ഞാൻ അങ്ങനെ എടുത്തില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയത് എടുത്തോളൂ. നല്ല നമുക്ക് ഉപകാരമുള്ള സാധനമാണല്ലോ ഈ ക്യാൻ സ്കേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു അണ്ടർ സ്കേർട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിഫ് നെറ്റും എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു 3 മീറ്ററാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഞാൻ വാവച്ചിക്ക് ഒരു ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായി. അപ്പോൾ ഈ 3 മീറ്ററിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഒരു 2.5 മീറ്ററൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഞാനിതിപ്പോൾ ഈ ഒരു സ്റ്റിഫ് നെറ്റ് 2.5 മീറ്റർ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. അതായത് 2.5 മീറ്ററിൻ്റെ 2 പീസ് വരുന്നുണ്ട്, ഇതുപോലെ 2 പീസ്. അപ്പോൾ ഈ സ്റ്റിഫ് നെറ്റ് സാധാരണ വരുന്നത് ഇത്രയും വീതിക്കല്ല, ഇതുപോലെ ഒരു പീസ് കൂടി ഉണ്ട് കേട്ടോ. ഇതാ എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ല വീതിക്കാണ് വരുന്നത്. ഇതാ ഇങ്ങനെ നല്ല വീതിക്കാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ 2 ആക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് 2.5 മീറ്റർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2.5 മീറ്ററിൻ്റെ 2 പീസാണ് അപ്പോൾ വരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ ഇവിടെ ഒരു അണ്ടർ സ്കേർട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അണ്ടർ സ്കേർട്ടിൻ്റെ ഒരു വശം ഞാനൊന്ന് തയ്യൽ അഴിച്ച് മാറ്റും കേട്ടോ. അതായത് തയ്യൽ അഴിച്ചിട്ട് നമ്മൾ ഓപ്പൺ ആക്കണം. ഇതാ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് താഴേക്ക് ഞാൻ ഒന്ന് തയ്യൽ അഴിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മുകളിലത്തെ കെട്ട് മാറ്റിയിട്ട് ഒന്ന് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതും ഒന്ന് അഴിച്ചെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കെട്ട് വയ്ക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ആ താഴത്തെ ഫ്രിൽസും ഒന്ന് അഴിച്ച് മാറ്റുന്നുണ്ട്. ഇതാ ഇപ്പം ഞാൻ ഇതൊക്കെ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സൈഡ് ഓപ്പൺ ആയി. അതുപോലെ തന്നെ താഴത്തെ ഫ്രിൽസും ഒക്കെ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഉണ്ടോ, ഇവിടുത്തെ ഫ്രിൽസൊക്കെ അഴിച്ച് മാറ്റി. അതുപോലെ തന്നെ മുകളിലത്തെ ചരടൊക്കെ മാറ്റിയിട്ട് അതൊന്ന് ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുകളിൽ ഇലാസ്റ്റിക് വെക്കണം. അതുപോലെ തന്നെ ഈ താഴത്ത് ഒന്ന് മടക്കി അടിക്കണം, ഇവിടെ ഒന്ന് മടക്കി അടിക്കണം. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന സ്റ്റിഫ് നെറ്റിൻ്റെ ആ ലെങ്തൊക്കെ ഒന്ന് നോക്കാം. പിന്നെ ഇതിനകത്ത് എവിടെയാണത് വെച്ച് കൊടുക്കേണ്ടതെന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന സ്റ്റിഫ് നെറ്റിൻ്റെ ലെങ്ത് എത്ര ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഒരു 19 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 2.5 ഇഞ്ചാണ് നമ്മൾ 2.5 ഇഞ്ച് ലെങ്തിലാണ്, വീതിയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ ഒരു പീസ് കൂടി ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സ്കേർട്ടിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം, എവിടെ മുതലാണ് സ്റ്റിഫ് നെറ്റ് നമുക്ക് ഒന്ന് വച്ച് കൊടുക്കേണ്ടത്, വച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മുകളിൽ നമുക്ക് ഇലാസ്റ്റിക് വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം നമുക്ക് ഉള്ളിലേക്ക് വയ്ക്കണം. ഇതാ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ 1 ഇഞ്ച് ഇവിടെ അളന്ന് നോക്കുന്നുണ്ട്. 1 ഇഞ്ച്, അതായത് 1 ഇഞ്ച് വന്നത് ഈ ഒരു മടക്കിൻ്റെ ആ ഒരു ഭാഗത്താണ്. അപ്പോൾ അത് ഉള്ളിലേക്ക് വച്ചിട്ട് ബാക്കി ഭാഗം മുതലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ മുട്ടിൻ്റെ മുകളിൽ മുതലാണ് ഞാൻ സ്റ്റിഫ് നെറ്റ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 16 ഇഞ്ച്, ആ ഒരു 16 ഇഞ്ച് നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കണം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഒരു 16 ഇഞ്ച് അത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ എല്ലായിടത്തും നമുക്ക് കുറേശ്ശെ ഒന്ന് എല്ലാ ഭാഗത്തുമായിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം.
ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിലും ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ബാക്ക് സൈഡിലും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോയിൻറ്റ്സ് എല്ലാം ഒന്ന് ഒരുമിച്ച് വെച്ചൊന്ന് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ ഈ ഒരു ബാക്ക് സൈഡിൽ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ മുകളിൽ 1 ഇഞ്ച് വലുപ്പത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ താഴത്തും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഈ താഴത്ത് ഫ്രിൽസ് ഒന്നും ഇല്ലാത്ത പാവാടയാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി അവിടെ ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ താഴത്ത് മടക്കി അടിക്കുക എന്നുള്ളത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഈ ഫ്രിൽസൊക്കെ ഉള്ള പാവാട ആയതുകൊണ്ടാണ് ഞാനിത് അഴിച്ചു മാറ്റിയിട്ട് തയ്ച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ തയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി മടക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതാ ഈ ഒരു മടക്ക് ഇതിനകത്തുള്ള മടക്കാണ്. എന്നിട്ട് ഇതാ ഒന്നുകൂടി ഞാനൊന്ന് മടക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു 1 ഇഞ്ച് വലുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതിനകത്ത്. ഈ കറക്റ്റ് മടക്കെന്ന് പറയുന്നത് അതൊരു ഇതിടാൻ വേണ്ടിയിട്ടല്ലായിരുന്നു, എന്തായിരുന്നു ചരടിടുന്ന ഇതിന് വേണ്ടിയിട്ടല്ലായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ ഇലാസ്റ്റിക് ആകുമ്പോൾ കുറച്ചുകൂടി ഇങ്ങോട്ടും അങ്ങോട്ടുമൊക്കെ ഒന്ന് വെച്ചിട്ട് ഇച്ചിരി വലുപ്പത്തിലാക്കി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഇലാസ്റ്റിക് ഇടണം എന്നുണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ നോക്കിയാൽ മതി കേട്ടോ. ചരടിടുന്നത് കുഴപ്പമില്ല എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു ഭാഗവും നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പം ഞാൻ ദാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. അപ്പോൾ 29 ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഇലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എൻ്റെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 34 ഇഞ്ചാണ്. അപ്പോൾ 34 ഒരു 5 കുറച്ചിട്ട് 29 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത്. ഇനി നമുക്കിത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സേഫ്റ്റി പിൻ എടുക്കുന്നുണ്ട്. നമ്മൾ നോർമലി എങ്ങനെയാണോ ഇലാസ്റ്റിക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ചെയ്താൽ മതി. എന്നിട്ട് ഇതാ ഇതിലെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇലാസ്റ്റിക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 1-2 സ്റ്റിച്ച് ഇവിടെ കൊടുക്കാം, അത് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടേ. അപ്പം ഞാൻ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തു, എന്നിട്ട് തിരിച്ചുകൂടി ഒന്ന് ലോക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത സൈഡിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ പുറത്തുകൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നുണ്ട്. ഇലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാവുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ അത് അങ്ങനെ ഇരുന്നോളും. അങ്ങനെ ഇവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഈ താഴത്തൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഇതെല്ലാം സാധാരണ നമ്മൾ ചെയ്യുന്ന പോലൊക്കെ തന്നെ. ഇതിനകത്ത് ഓൾറെഡി ഒരു മടക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ അതുകൂടാണ്ട് ഒന്നുകൂടി ഒന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇലാസ്റ്റിക്കും വെച്ചു, താഴത്ത് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഒന്ന് സ്റ്റിഫ് നെറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ദാ ഇവിടെ ഈ വരച്ചതിൻ്റെ പുറത്തുകൂടിയാണ് സ്റ്റിഫ് നെറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് സ്റ്റിഫ് നെറ്റ് ഞാൻ ദാ ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ 2 പീസല്ലേ, 2.5 മീറ്ററിൻ്റെ 2 പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ട് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ പുറത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും 2 സ്റ്റിച്ച് കൊടുക്കുക. ഒരു സ്റ്റിച്ച് കൊടുത്താൽ അത്ര നന്നായിട്ടിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് 2 സ്റ്റിച്ച് കൊടുത്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, 2 സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതിൻ്റെ പുറത്തേക്കൊന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഉണ്ടായില്ലേ, ആ ഒരു ഭാഗത്തേക്ക് വേണം വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് ഞാൻ ആ മാർക്ക് ചെയ്തെടുത്ത് നിന്നും 1/2 ഇഞ്ച് ഈ ഒരു സ്റ്റിഫ് നെറ്റ് മുകളിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അതായത് മാർക്ക് ചെയ്തതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് സ്റ്റിഫ് നെറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് മാർക്ക് ചെയ്തെടുത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം തന്നെ ഒന്ന് നേരെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. കുറച്ച് ഒരു ഇഞ്ചോളം ഒന്ന് നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ കാണുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. അതിന് ശേഷം നമ്മൾ സാധാരണ നോർമലി പ്ലീറ്റ്സ് ഒക്കെ എടുക്കൂലേ, അതുപോലെ എടുക്കുക. ഇച്ചിരി വലിപ്പത്തിലെടുക്കുക കേട്ടോ. വലിപ്പത്തിലെടുത്തിട്ട് ഈ കാണുന്ന പോലെ തന്നെ ചെയ്യുക. ഇങ്ങനെയൊന്ന് തിരിച്ചു മടക്കുക. വലിപ്പത്തിലൊരു പ്ലീറ്റ് എടുക്കുക, എന്നിട്ട് തിരിച്ചൊന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി അടുത്ത പ്ലീറ്റും നമ്മൾ അതുപോലെ തന്നെ, ഇനി എല്ലാം ഇതുപോലെ തന്നെ ചെയ്യേണ്ടത്. ഒരു വലിയ പ്ലീറ്റ് എടുക്കണം, എന്നിട്ട് ഇങ്ങനെ വയ്ക്കുക, അത് തിരിച്ച് മടക്കുക, തിരിച്ചിങ്ങനെ ഒന്ന് മടക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. സിമ്പിളാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ അതിൻ്റെ ഒന്നിന് പുറത്തേക്കായിട്ട് എടുക്കാതിരിക്കുക. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് എടുക്കുക. അങ്ങനെ അപ്പോൾ ഇങ്ങനെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുക കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡൊന്ന് കൂട്ടിയടിച്ച് കൊടുക്കണം. അപ്പോൾ നല്ല വശം ഉള്ളിപ്പോകത്തക്ക രീതിയിൽ എടുത്തിട്ട് ഈ തുണിയും അതുപോലെ തന്നെ സ്റ്റിഫ് നെറ്റ് ഒരുമിച്ച് പിടിച്ചുകൊണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ക്യാൻ സ്കേർട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു അണ്ടർ സ്കേർട്ടും അതുപോലെ തന്നെ സ്റ്റിഫ് നെറ്റും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഒരു ക്യാൻ സ്കേർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരെണ്ണം ചെയ്തു വെക്കൂ. വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. ബൈ.